രണ്ട് തരത്തിലുള്ള ഐഡന്റിറ്റി ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംസ്കാരമാണ്. എന്താണോ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് അതിലുള്ളതുപോലെ ജീവിക്കുന്ന സംസ്കാരം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇസ്ലാമികമായ വിരുദ്ധമായ സംസ്കാരങ്ങൾ, ഇസ്ലാമിക ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുന്ന ഒരു കൾച്ചർ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഇസ്ലാം വിരുദ്ധ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി അവര് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മുസ്ലിം പ്ലാറ്റ്ഫോമുകൾ, മുസ്ലിം ചിഹ്നങ്ങൾ, മുസ്ലിം പദപ്രയോഗങ്ങൾ, അങ്ങനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആളുകൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഏതാ ശരി ഏതാ തെറ്റ് എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആകുന്നൊരവസ്ഥയുണ്ടാവും. അതിന് ഇവിടെയുള്ള മാധ്യമങ്ങളാകട്ടെ വലിയ തോതിൽ അത്തരം ഒരു കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. മഫ്തയിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ റീച്ച് കിട്ടും. അതിനുവേണ്ടി ഇസ്ലാമിക ചിഹ്നമൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് പറയുമ്പോൾ അത്ര തന്നെ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കിക്കൊള്ളണം എന്നില്ല. അതേപോലെ തന്നെ ഒരു തൊപ്പി ധരിച്ച് അല്ലെങ്കിൽ ഒരു താടി വെച്ച് ഒരാൾ വന്നിട്ട് കുറെ അനിസ്ലാമിക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അതിന് വല്ലാത്തൊരു റീച്ച് കിട്ടും. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാറുണ്ട്. തീർത്തും ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളായിരിക്കും പറയാ, പക്ഷെ വലിയ താടി ഉണ്ടാവും, വലിയ തൊപ്പി ഉണ്ടാവും, ഒരു പുരോഹിതന്റെ വേഷമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വേഷം കാണുമ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ അതെന്തോ ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒപ്പിയെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ അത് വാർത്തയാക്കും, പത്രങ്ങളുടെ മുൻ പേജിൽ കൊടുക്കും. അതിന് വലിയൊരു സെലിബ്രിറ്റി മൂഡ് അതിന് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതെന്ന് മുസ്ലിം പെൺകുട്ടികൾക്കിടയിലും തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയുന്ന എല്ലാവരും യൂട്യൂബ് ഉണ്ടാക്കി അതിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ കൂടുതൽ പെൺകുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റക്കുള്ള യാത്രകൾ ഇന്ന് പെൺകുട്ടികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കൊരു പെൺകുട്ടി അവൾ ഇസ്ലാമിക ഷിയാറുകളൊക്കെ ധരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ലൈവ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇന്നോടത്തെത്തി, ഇന്നോടത്ത് പോവാണ്, ഞാൻ ഒറ്റക്കാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ഒരു ദൂരെ യാത്ര നടത്തുമ്പോൾ ഇസ്ലാം വളരെ ക്ലിയറായി പറഞ്ഞതാണ് എന്ത് മഹ്റമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. പക്ഷെ ആ നിയമം മാറ്റി വെച്ചിട്ട് ഇതൊരു വലിയ സംഭവമായിട്ട് എന്ത് ചെയ്യുക ആഘോഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്കറിയാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമത്തിൽ ഇല്ലല്ലോ. ഒരാണും പെണ്ണും അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഒന്നിച്ചു ജീവിക്കണമെങ്കിൽ വിവാഹം വേണം. വിവാഹത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവർ തമ്മിൽ ഒരു നിലക്കുള്ള ബന്ധങ്ങളും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വലിയ വിഷയത്തെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട് എന്നുവരെ പഠിപ്പിച്ച മതമാണ്. എന്നിട്ട് അതാണ് മാറ്റി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുക, ഒന്നിച്ച് യാത്ര ചെയ്യുക. ആ യാത്ര ചെയ്യുന്നത് മാത്രമല്ല, അവരത് രാവിലെ വന്ന് ഈ കുട്ടി കുളിക്കുന്നതും മാറ്റുന്നതും ഒരുങ്ങുന്നതും ഒക്കെ അവർ റീൽസ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് റീൽസ് ആക്കി എടുത്തിട്ട് മഫ്തയിട്ട് പർദ്ദയിട്ടിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക. വണ്ടി കയറി രണ്ടാളും കാറിൽ കയറിയിട്ട് കാറ് കയറി യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്നിട്ട് പിന്നെ പോണ സമയത്ത് സുബ്ഹാനല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവനെ പിടിച്ചുങ്ങാണ്ട് ഉമ്മ കൊടുക്കുക. അപ്പൊ ഇതെന്താ പരിപാടി? ഇസ്ലാം ഒരു നിലക്കും പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക. അത് ചെയ്യുമ്പോ ഇസ്ലാമിക വേഷം ധരിക്കുക, ഇസ്ലാമികമായ വർത്തമാനങ്ങൾ പറയാ. അതായത് ഇതൊക്കെ പാടങ്ങോട്ട് മിങ്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൾച്ചർ അവതരിപ്പിക്കുക കുട്ടികളെ മുമ്പിൽ. ഇതാണ് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് വീട് വിട്ടു പോണത്. കാരണം ഇത് കണ്ട് ഇങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ്, ജീവിത കാഴ്ചപ്പാടാണ് കുട്ടികൾ ഒപ്പിയെടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം കുട്ടികൾക്ക് അറിയില്ല. ഇത്തരം വീഡിയോസിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 20 വയസ്സിനും അല്ലെങ്കിൽ 25 വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികൾ എവിടേക്കായിരിക്കും എത്തുങ്ങളെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കൾച്ചറാണ് സമൂഹത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? നിസ്കരിക്കുന്ന ഫോട്ടോ കൊടുക്കുക, അതേ ആളെന്നെ അപ്പുറത്ത് പോയിട്ട് ആണും പെണ്ണും കൂടി ആടുന്ന ചിത്രം റീൽസ് എടുക്കുക, അത് വേറെയും സെലിബ്രേറ്റ് ചെയ്യുക. നിസ്കരിക്കുന്നത് വേറെയും സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിനിമാ നടന്മാര് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഷൂട്ട് ചെയ്യുക.
എന്നിട്ട് അവര് തൊപ്പിയിട്ടിരിക്കുന്നത് വലിയ സംഭവമാക്കി ഭക്തിയാക്കി അവതരിപ്പിക്കുക. അതേ സിനിമാ നടൻ തന്നെ തൊട്ടപ്പുറത്ത് പോയി സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ രംഗം വേറെ കൊണ്ടുവരാം. അവളും വേറൊരു സ്ത്രീയും തമ്മിൽ കൂടിയാടുന്ന വേറെ രംഗം കൊണ്ട് അതും ആഘോഷിക്കുക. അപ്പൊ ഇത് രണ്ടും മോരും മുതിരിയും വെച്ച പോലെ ഒന്നിച്ചാഘോഷിച്ചു പോകുന്ന ഒരവസ്ഥ ഇത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കളിക്കളത്തിൽ മിന്നിമറയുന്ന മുസ്ലിം നാമധാരികളായ സ്ത്രീകളെ വലിയ രീതിയിൽ ആഘോഷിക്കും. അതേ സ്ത്രീ തന്നെ പർദ്ദയിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചിത്രം വേറെയും ആഘോഷിക്കും. അതായത് ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ദീൻ ഏതാ ദീൻ അല്ലാത്തത് ഏതാ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രെയിം മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിനൊരു പേരൂട്. എന്താ പേര്? അത് നല്ല മുസ്ലിമാണ്. പിന്നെ ആരാ ചീത്ത മുസ്ലിം? ചീത്ത മുസ്ലിം ആരാന്ന് വെച്ചാൽ ഖുർആനിലും സുന്നത്തിലും ഉള്ളതുപോലെ ജീവിക്കുന്നവരാരാണോ 5 വക്ത് പള്ളിയിൽ പോവുക, അതേപോലെ തന്നെ അതിന്റെ ശരിയായ വേഷങ്ങൾ ധരിക്കുക, ഞാൻ ഇസ്ലാമികമായ കാര്യങ്ങളെ ചെയ്യുള്ളൂ, അന്യപുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ഇടപഴകുക എന്നുള്ളത് ഞാനും വിവാഹത്തിലൂടെ അല്ലാതെ ചെയ്യൂല, എനിക്കതിന് നിബന്ധനകളുണ്ട്. ഇങ്ങനത്തെ ആ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ആളുകൾ ചീത്ത മുസ്ലിങ്ങൾ. ആരാ നല്ല മുസ്ലിങ്ങൾ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നല്ല മുസ്ലിങ്ങൾ. അവർക്ക് വലിയ വിസിബിലിറ്റി കിട്ടുക, അവരെ ആഘോഷിക്കുക, അവരെ ഗ്ലോറിഫൈ ചെയ്യുക. എന്നിട്ട് അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയാം. അങ്ങനെ ജീവിക്കാത്തവരൊക്കെ പിന്നെ ഭീകരവാദികളും തീവ്രവാദികളും അവരനുഷ്ഠാന തീവ്രതയുള്ള ആളുകളും അവൻ കുറച്ചേറെയാണ്, അവന് കുറച്ച് കൂടുതലാണ്, അവൾക്ക് കുറച്ചേറെയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് 2 ബൈനറികളാക്കി മാറ്റിയെടുക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധത, മതനിരാസം, നിരീശ്വരവാദം ഒരു ബൈപ്പാസ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണ്. ഇത് മനസ്സിലാക്കാൻ എത്ര നമ്മൾ വൈകുന്നുവോ അത്രയും അപകടം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതിലേത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മൾ ഏത് മുസ്ലിമാ? ശരിയായ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ, അതോ ഇത് മോരും മുതലും വെച്ച മാതിരി എല്ലാം ചെയ്യുന്ന രീതിയിലാണോ നമ്മളും നമ്മളെ കുട്ടികളും വളരണത് നോക്കണം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക് എന്നറിയോ? ലാ തകൂനു ഇമ്മഅ. നിങ്ങൾ ഒരിക്കലും തന്നെ ഇമ്മാഴത്തുള്ളവരാകാൻ പാടില്ല. ഇമ്മഅ എന്ന് പറഞ്ഞാല് ഇരട്ട മുഖം, 2 മുഖം, കൂടെ കൂടികൾ ആകാൻ പാടില്ല. തഖൂലൂൻ, അവര് പറയും എന്താണ്? ഇൻ അഹ്സനന്നാസു അഹ്സന്ന. ജനങ്ങൾ നല്ലത് ചെയ്യുമ്പോ ഞങ്ങളും നല്ലത് ചെയ്യും. വഇൻ ളലമു ളലംന. അവര് തെറ്റ് ചെയ്യുമ്പോ ഞങ്ങളും തെറ്റ് ചെയ്യും. വലകിൻ വത്തിനു അൻഫുസകും. എന്നാ നിങ്ങൾ അറിയുക, നിങ്ങൾ നിങ്ങളെ തടി കാത്തോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നഹ്സനന്നാസ്. ജനങ്ങൾ നന്മ ചെയ്യുമ്പോ അൻതുഹ്സിനു, നിങ്ങളും നന്മ ചെയ്യണം. വഇന്നസാഉ. അവര് തെറ്റ് ചെയ്യുമ്പോ ഫലാ തുളിമു, നിങ്ങൾ ഒരിക്കലും അതിക്രമം ചെയ്യാനും പാടില്ല. അതായിരിക്കണം നിങ്ങളെ സ്റ്റാൻഡ്. അതാണ് ഒരു മുസ്ലിമിന്റെ സ്റ്റാൻഡ്. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്യുക, തെറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മാറി നിൽക്കുക. ഇതായിരിക്കണം ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദൂതനായിട്ട് അയക്കുന്നുണ്ട്. അപ്പൊ പോകുമ്പോ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞൊരു ഉപദേശം എന്താ അറിയോ? മുആദ്, ഇയാൾ പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഇത്തഖില്ലാ ഹൈസുമാ കുൻത്. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് സിറ്റ് ഔട്ടിലാണെങ്കിലും സ്വീകരണ റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ശരി, ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ശരി, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ശരി, ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ശരി, കോളേജിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ശരി, എവിടെയാകട്ടെ ഇത്തക്കില്ല ഹൈസുമാ കുൻത്. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വല്ലാത്തൊരു വാക്കാണത്. അതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് വെള്ളത്തെ പോലെയാണ് മുസ്ലിം സൊസൈറ്റിയുടെ അവസ്ഥ. വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? ഏത് പാത്രത്തിലാണോ അത് ഒഴിച്ചത് ആ പാത്രത്തിന്റെ രൂപമാണ് ഇതിനുണ്ടാവുക. കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ ആകൃതിയാണ് ഉണ്ടാവുക. പരന്ന ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് ആ ആകൃതിയാണ് ഉണ്ടാവുക. ഒരു ക്യാനിൽ ഒഴിച്ചാൽ ക്യാനിന്റെ ആകൃതിയാണ് ഉണ്ടാവുക. അതേപോലെ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ രൂപവും ഭാവവും വേഷവും രീതിയും ഒക്കെ വിശ്വാസം വരെ മാറ്റിമറിക്കുന്നതിൽ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അതിവേഗം ബഹുദൂരം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ വൈകിക്കൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എല്ലാ ഖുതുബിന്റെ ആമുഖത്തില് എന്താ പറയണത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ തുഖാതിഹി, അതിന്റെ മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. എന്തതിങ്ങനെ പറയാൻ കാരണം? തഖ്വയെ കുറിച്ച് ദോഷബാധയെ തടുക്കുക എന്നതാണ് സുഹൃത്തുക്കളെ ജീവിതം. അതാണ് പരീക്ഷണം. അതൊന്നുമില്ല, ഞാൻ കാണുന്നതിന്റെ ഒക്കെ പിന്നാലെ പോകും. അങ്ങനെ അതൊക്കെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മറ്റേത് അത് ചെയ്യൂല, ഇത് ചെയ്യൂല, ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഓൻ കുഴപ്പക്കാരനായി എന്ന ഒരു ബൈനറി നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് അവസാനം മതം ഒഴിവാക്കിയിട്ടേ മരിച്ചു പോകാൻ കഴിയുള്ളൂ.
സംശയിക്കൊന്നും വേണ്ട കാര്യം. അത് ഗൗരവപൂർവ്വം നോക്കണം. എന്തുകൊണ്ട് നമ്മൾ അള്ളാനെ സൂക്ഷിക്കണം, തെക്കുവ പാലിക്കണം? അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിലൊന്നെന്താണെന്നറിയോ? ഇത് അള്ളാഹുവിന്റെ ജനങ്ങളോടുള്ള വസിയത്താണ്, കൽപ്പനയാണ്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള കൗമിന്, ജനതക്ക് നാം നൽകിയ ആ വസിയത്ത് എന്താ? വഇയ്യാകും, അത് നിങ്ങൾക്കും ഞാൻ നൽകുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഇത് മുൻഗാമികൾക്കും നമുക്കും നൽകിയിരിക്കുന്ന ഒരു വസിയത്താണ്. പിന്നെയോ, നമ്മൾ എവിടെ പോയാലും അവസാനം തിരിച്ചെത്ത പടച്ചോന്റെ അടുത്തേക്കാണ്. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്ത്, ഇന്നൊന്നും ആർക്കും പിടിക്കാൻ കിട്ടൂല, ഞാനിങ്ങനെ പറന്നു പോകും, ആരും പറക്കൂല, ഒക്കെ അവസാനം പടച്ചോന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, എന്ത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ചിട്ടോ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, ഇതാ നിങ്ങൾ എന്നിലേക്കാണ് നിങ്ങൾ അവസാനം തിരിച്ചു വരിക. അള്ളാഹനെ നമ്മൾ കാണുന്നേയും കാണാതെ പോകാൻ കഴിയൂല. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വഅലമൂ, നിങ്ങൾ അറിഞ്ഞോ, അന്നക്കും മുലാഖൂ, കണ്ടുമുട്ടുക തന്നെ ചെയ്യും അള്ളാഹുവിനെ. വബശ്ശിരിൽ മുഅ്മിനീൻ, ഇതാണ് മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാകുന്നു ഇത് എന്നാണ്. നാം ചെയ്യുന്നത് ഇനി ആരും അറിഞ്ഞില്ല എന്നരുത്. ഇന്ന് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരായിട്ട് ലോകം ഉണ്ടാക്കുക. അവരുടെ കോണ്ടാക്റ്റിൽ നിന്ന് വാപ്പാനി ഉമ്മാനി അധ്യാപകരി അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരെയൊക്കെ അവർ ബ്ലോക്ക് ചെയ്യും. അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ സുഹൃത്തുക്കളും അവര് മാത്രം കാണുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യും. അപ്പൊ അവരിടുന്ന സ്റ്റാറ്റസുകളും മറ്റു സാധനങ്ങളും ഒക്കെ അവരെ കാണുള്ളൂ, വേറെ ആരും കാണൂല. എന്നാ വേറൊരു സ്ഥലത്ത് അവർക്ക് നല്ല മുഖമായിരിക്കും ഉണ്ടാകുക. എന്നാ ഈ അവരുടെ സ്റ്റാറ്റസ് കാണുന്ന ആളുകളാണെങ്കിലോ അത് അവർക്ക് വേറൊരു ലോകമുണ്ട്, വേറൊരു മുഖമുണ്ട് എന്ന് ശരിക്കും മനസ്സിലാവും. എന്നാൽ അറിയുക, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, എല്ലാ കാര്യവും അറിയുന്നവനാകുന്നു അല്ലാഹു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്നാണ്. നാം എത്ര ചെയ്തു കൂട്ടിയാലും അതെല്ലാം അതിവേഗം വിചാരണ ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹ്. നമുക്കൊരു തോന്നലുണ്ടാവും, നമ്മളിങ്ങനെ ചെയ്യണമെന്നും ലിസ്റ്റിലുണ്ടാവൂല, നമ്മളെ മറക്കുള്ളൂ. അള്ളാഹ് ഒന്നും മറക്കൂല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗം വിചാരണ ചെയ്യാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ്. നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഹൃദയത്തിനുള്ളിലുള്ളത് പോലും അള്ളാഹു അറിയും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളത് പോലും അള്ളാഹു അറിയുന്നുവെന്നാണ്. ശാശ്വതമായ വിജയം ആർക്കേ കിട്ടുള്ളൂ? ഈ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ധാരണ ഇത് കുറച്ചൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനും നമുക്ക് രസം കിട്ടാനും ഒക്കെ ഇത് വേണം എന്നാണ്. അള്ളാഹ് പറഞ്ഞ എന്താ? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നാ. മറ്റേതെന്താ അറിയോ? റീൽസിൽ കാണാൻ നല്ല രസമാണ് ജീവിതം, പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് അത്ര രസം ഉണ്ടാവില്ല ജീവിതം. അവിടെ വഴിമുട്ടും, അപ്പോഴാണ് ആത്മഹത്യയിൽ അഭയം തേടുക, അപ്പോഴാണ് മറ്റു വഴികൾ തേടുക, അവർക്ക് ഒരു രക്ഷയുണ്ടാവില്ല. എന്നാൽ ശരിക്ക് ജീവിച്ച ആൾക്കാർക്കാണ് വിജയം ഉണ്ടാകുക. സൂക്ഷിക്കുന്നവന്റെ കൂടെ മാത്രമേ അള്ളാഹ് ഉണ്ടാവുള്ളൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തീർച്ചയായും അള്ളാഹ് ഉണ്ടാവുക മുത്തഖീങ്ങളുടെ കൂടെയായിരിക്കുമെന്നാണ്. സൂക്ഷിച്ചാൽ നന്ദിയുള്ളവരാകും, അല്ലെങ്കിൽ അഹങ്കാരികളായിട്ട് മാറും. അവസാനം ദൈവ നിഷേധിയായിട്ട് എങ്ങനത്തെ ആൾക്കാർ മാറുള്ളൂ. കാരണം എന്താ? അവരുടെ ഒരു ഇച്ഛക്കനുസരിച്ച് അവർ ജീവിക്കണം. അപ്പൊ വാപ്പ പറയും അത് പാടില്ല, ഉമ്മ പറയും അത് പാടില്ല, പള്ളിയിൽ വന്ന മൗലവി പറയും അത് പാടില്ല. ആരൊക്കെ അവരോട് പാടില്ല എന്ന് പറയണോ അവരോടൊക്കെ അവർക്ക് ദേഷ്യം. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പാടില്ല എന്ന് പറയണത്? ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. അള്ളാന്റെ നബി പറഞ്ഞുക്കണു, എന്നാ എനിക്ക് ആ നബിയും വേണ്ട, എന്നാ ഖുർആനും വേണ്ട, എന്നാ സുന്നത്തും വേണ്ട, എനിക്ക് ഈ ഹവ മതി. അങ്ങനെയാണ് ആളുകൾ ദൈവ ധിക്കാരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. ലഅല്ലക്കും തശ്കുറൂൻ, എന്നാ നിങ്ങൾ നന്ദിയുള്ളവരാവും. ഇല്ലെങ്കിലോ നിങ്ങൾ അഹങ്കാരികളായിട്ട് മാറും. സൂക്ഷിക്കുന്നവർക്കാണ് എന്ത് കിട്ടുക? കാരുണ്യം കിട്ടുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എന്നാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരെ ആയേക്കാം. പല ആളുകൾക്കും ഇന്ന് ഉപജീവനത്തിന് ഒരു മാർഗമില്ലാതെ സ്വീപ്പായി നടക്കുക.
അവരോടെന്താ അല്ലാഹു പറഞ്ഞത്? وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ يَجْعَل لَّهُ مَخْرَجًا, നിങ്ങൾ എന്ത് വിഷമത്തിലാണോ പെട്ടിരിക്കുന്നത് അവിടെ ഒരു മഖ്റജ് അല്ലാഹു ഉണ്ടാക്കി തരുമെന്നാണ്. അറബി നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മളെ നാട്ടിലൊക്കെ എക്സിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിന് പകരം അവിടെ മഖ്റജ് എന്നാണ് എഴുതിയത്. എന്താ മഖ്റജ് എന്ന് എഴുതിയേക്കാൻ കാരണം? അതായത് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ള ആ വഴിയാണ് എക്സിറ്റ്, ഓടാനുള്ള പുറത്തേക്ക് പോകാനുള്ള മാർഗം. അതിന് അറബിയിൽ എഴുത മഖ്റജ്. അതായത് നിങ്ങൾ എന്തൊരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പെട്ടോ അവിടെ അല്ലാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി തരും. ആർക്കാ ഉണ്ടാക്കി തരിക? വമൻ യത്തഖില്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണവർക്ക്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് അല്ലാഹു ഉപജീവന മാർഗം നൽകുകയും ചെയ്യും. ആളുകൾ ഇപ്പോ ദീൻ അഡ്ജസ്റ്റ് ചെയ്യണത് ഉപജീവനം നിലനിൽക്കാൻ വേണ്ടി അല്ലെ. എടാ അത് ഹറാമല്ലേ, അത് ഹലാലല്ലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ ബാങ്കിലത്തെ ലോൺ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇത് പലിശല്ലേ? ഒക്കെ ചോദിച്ച അവസാനം പറയണ മറുപടി എന്താ അറിയോ? നിങ്ങളെ ഹറാമും ഹലാലൊക്കെ പാടെ നോക്കിയാൽ ഇവിടെ കച്ചവടം നടക്കൂല, ഇവിടെ ഒരു പരിപാടി നടക്കൂല, അതൊക്കെ മരിച്ചു പോയിട്ടല്ലാതെ അവിടെ വെച്ച് നോക്കാം അല്ലേ. എന്നാ അല്ലാഹു പറയണത് എന്താ അറിയോ? നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോളി. നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങൾക്ക് ഒരു വഴി, ഉപജീവന മാർഗം തുറന്നു തരുന്ന. മറ്റൊരിക്കലും ഉപജീവന മാർഗം കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആ പൈസ അനുഭവിക്കാൻ കിട്ടൂല, ദുനിയാവുന്ന അനുഭവിക്കാൻ കിട്ടില്ല. കോടികൾ ഉണ്ടാവും, ഒരു സുഖവും സൗഖ്യം ഉണ്ടാവില്ല അത് അനുഭവിക്കാൻ. എന്നാൽ വളരെ ചെറിയ പൈസയെ മാസത്തിൽ കിട്ടണുള്ളൂ വെച്ചാൽ അതിന് വല്ലാത്ത ബറക്കത്തുണ്ടാവും, സമാധാനം ഉണ്ടാവും. അത് ദീനുള്ളവരൊക്കെ കിട്ടുള്ളൂ. പിന്നെ എന്താ മനുഷ്യനാണ്, എന്തെങ്കിലുമൊക്കെ തകരാറുന്നാലും വരും. പക്ഷേ ഒമയ്യത്തക്കില്ല, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅല്ലിം ലഹു അജ്റാ, നിങ്ങളെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും, നിങ്ങൾക്ക് വലിയ മഹത്തായ ഭാഗ്യം നിങ്ങൾക്ക് സമ്മാനം നൽകുകയും ചെയ്യും. മാത്രമല്ല ദുനിയാവിൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ പരലോകത്ത് എല്ലാ സുഖങ്ങളും ശാശ്വതമായി കിട്ടും. ഈ ചെറുപ്പക്കാരത്തികളൊക്കെ ഈ റീൽസിന്റെ പിന്നാലെ പോയി ഇങ്ങനത്തെ ഒരു ലോകത്തിന്റെ പിന്നാലെ പോണേന് ന്യായം പറയണത് എന്താ പറയുക? ഇതൊക്കെ ജീവിതമല്ലേ, അടിച്ചു പൊളിക്കണ്ടേ, നിങ്ങളിങ്ങനെ നടന്നോളിന്നാ. ഇതാണ് അവര് സാധാരണ പറയാറുള്ളത്. കുറച്ചൊക്കെ മദ്യം ഉപയോഗിക്കണ്ടേ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെയൊന്ന് ട്രെയിനിങ് നടത്തണ്ടേ. ഇതൊക്കെയാണ് ന്യായം പച്ചക്ക് പറയുന്നത്. എവിടെ വരെ അതൊക്കെ ഉണ്ടാകുക? എന്നാലേ ഇവിടെ ചെറിയൊരു നിയന്ത്രണം, ഇതൊന്നും ഒഴിവാക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല, നിയന്ത്രണം വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ വിവാഹത്തിലൂടെ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു സ്ത്രീയിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണില്ല എന്ന് കരുതുക, നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കണം എന്നുള്ളൂ. എത്ര ലളിതമായിട്ട് ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് ജീവിച്ചുള്ള ഗുണം എന്താ സുഹൃത്തുക്കളെ? പരലോകത്ത് മരിച്ചു എന്നാണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റും. അതാ അതിന്റെ രസം. ഇന്നലിൽ മുത്തഖീന മഫാസ, നിശ്ചയമായും വിശ്വാസികൾ ഇതാ വിജയം വരിച്ചിരിക്കുന്നു. ഹദായിക വ അഅനാബ, അവർക്ക് അവിടെ തോട്ടങ്ങളുണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. വകവാഇബ അത്റാബ, സ്ഥലം തുടിച്ച തരുണികൾ. ആ പ്രയോഗം നോക്കി നിങ്ങള്. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു സ്ത്രീയെ കുറിച്ച് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ഒരു പെണ്ണിനെ അവൻ അവിടെ കൊടുക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെയും കൊടുക്കും. അവർക്ക് മദ്യം കൊടുക്കും, അതിന് സൈഡ് എഫക്റ്റുകളില്ലാത്ത മദ്യം കൊടുക്കോ. മദ്യത്തെ പറ്റി വേറെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഒരു ലഹവാകട്ടെ കിസ്ദാബാകട്ടെ വ്യാജ വാർത്തയാകട്ടെ ഒന്നും തന്നെ അവർക്ക് അവിടെ കേൾക്കേണ്ടി വരില്ല. റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കണക്കൊത്ത സമ്മാനമാകുന്നു ആ സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഒന്ന് തീരുമാനിക്കുക, രണ്ട് തോണിയിൽ കാലിട്ട് ജീവിക്കരുത് സുഹൃത്തുക്കൾ. ഇപ്പൊ ചെയ്യണത് എന്താ വെച്ചാല് മാഷാ അല്ലാ സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, എന്നിട്ട് എല്ലാ തോന്നിയാസവും ചെയ്യാം. ഞാനിപ്പേ ചില ആൾക്കാര് പിന്നെ ചെയ്യുന്ന രീതിയാണ്, വീഡിയോ എടുക്കുന്ന രീതിയാണ് എന്ത്, ഞാനിന്ന് പുലർച്ചെ തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് പറയുന്നത് ആളാണെങ്കിലോ മുഖത്തൊക്കെ ആകെ പൊട്ടിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ വേറൊരു കോലത്തിൽ വേറെ അനിസ്ലാമിക കാര്യങ്ങളാ പറയുന്നത്. രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചും വരിക. എന്താ അതൊക്കെ പരിപാടി? ഈ ദീനിനെ പരിഹസിക്കണം എന്തിനാ വെറുതെ? ഒന്നുകിൽ ആ വഴിക്ക് പോവുക, അല്ലെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുക. ദീനനുസരിച്ച് ജീവിച്ചാൽ ഇതൊക്കെ പരലോകത്ത് കിട്ടും. ഇത് രണ്ടിലും കെട്ടുപോയാൽ ഇവിടെയും കിട്ടൂല, പരലോകത്തും കിട്ടൂല. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ജീവിച്ചാൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട്. സൂക്ഷിച്ചാൽ കിട്ടുന്ന മെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൂക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്ന്, അള്ളാഹ് പറഞ്ഞു ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചട്ടോ. ഇല്ലെങ്കിൽ എന്താ കാരണം? എന്താ? ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. കാരണം ദുനിയാവ് നമുക്ക് തന്നു, പ്രവാചകന്മാരയച്ചു, വേദഗ്രന്ഥവും തന്നു, എന്നിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നും പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ഒരാൾ മരിച്ചു പോയാൽ കഠിനമായി ശിക്ഷിക്കും. അത്രക്ക് ഗൗരവമാണ് നരകം എന്ന് പറയുന്നത്. തൊലി ഇങ്ങനെ കത്തുമ്പോ അടുത്ത തൊലി ഇങ്ങോട്ട് തരും. മരിക്കൂല, ആത്മഹത്യ ചെയ്യാൻ പറ്റൂല, വിഷം കുടിക്കാൻ കഴിയില്ല, കെട്ടിത്തൂങ്ങാൻ കഴിയില്ല. നരകത്തില് അവിടെ അനുഭവിക്കേണ്ടി വരും. ജീവങ്ങനെ തരും, ഒരാളും കാണാനുണ്ടാവില്ല. ഇവിടെ ലൈക്ക് അടിക്കണവനും ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വലിയ ആഘോഷിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ആരും ഉണ്ടാവില്ല. അവിടെ ഒറ്റക്ക് ആ നരകത്ത് കിടന്നു കണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കത്തി എരിയേണ്ടി വരും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, പല നാളുകൾ. അതൊന്ന്. പുറത്തേക്ക് നന്മ ചെയ്യുകയും അകത്ത് തിന്മയുടെ ഒരു ലോകത്ത് അഭിരമിക്കുകയും ചെയ്താൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. നേരത്തെ പറഞ്ഞല്ലോ, എന്ത് കുറെ വേണ്ടാത്തത് ചെയ്യാ, അതിന്റെ കൂടെ എന്ത് ചെയ്യാ? നിസ്കരിക്കും ചെയ്യാ, നല്ലതും ചെയ്യാ. ആ നല്ലതൊന്നും എവിടെ ഉണ്ടാവൂല, നാളെ പരലോകത്തുണ്ടാവില്ല. ഒരു ഹദീസ് നോക്കി നിങ്ങൾ, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം വരാനുണ്ട്. യഅ്തൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരിക? ബിഹസനാത്തിൻ, നന്മകൾ കൊണ്ടുവരും. നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് അവർ വരും. എത്രണ്ട്? കുറച്ചൊന്നല്ല. അംസാലി ജിബാലി തിഹാമത്ത് ബീൽ, തിഹാമ പർവ്വതത്തിന്റെ, വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ അത്ര ഉയരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഫയജഅലുല്ലാഹു അസ്സ വജല്ല ഹബാഅം മൻസൂറാ, പക്ഷേ ആ കർമ്മങ്ങൾ മുഴുവൻ ധൂളി ധൂളിയായി കാറ്റടിച്ച് പറന്നു പോകുന്ന പോലെ പറന്നാണ് പോകും. കാല സൗബാൻ യാ റസൂലല്ലാഹ്, അപ്പൊ സൗബാൻ എന്ന ആ സ്വഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, ആരാ പ്രവാചകരെ അവര്? ആരാണ് ഒരുപാട് കർമ്മങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ കാറ്റടിച്ച് ധൂളി ധൂളിയായി പോകുന്ന വിഭാഗം ആരാണ് റസൂലെ? ഞങ്ങൾക്കതൊന്നും അറിയണം. വനഹ്നു ലാ നഅലം, ഞങ്ങൾക്കത് അറിയില്ല അവരാരാണ്. ഖാലാപ്പ പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹ് ആരാണെന്നോ? അമാ അറിയുക, ഇന്നഹും ഇഖ്വാനുക്കും, വേറെ അന്യഗ്രഹത്തിലുള്ള ആരെങ്കിലും അല്ല. അന്നമാ ഇഖ്വാനുക്കും, നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കൂടെയുള്ളവര് തന്നെയാണ്. വമിൻ ജിൽദതിഹും, നിങ്ങളെ വർഗത്തിൽപ്പെട്ടവര് തന്നെയാണ്, പുറത്തുള്ളവരൊന്നല്ല. എന്താ അവരെ പ്രത്യേകത? വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, അവര് നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വലാകിന്നകും അഖ്വാമുൻ ഇദാ ഖലൗ, എന്നാൽ അവർ ഒറ്റക്കായാൽ, അവരുടെ ഒരു ലോകത്ത് ഒറ്റപ്പെട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാപ്പാനി ഉമ്മാനി ഒക്കെ സ്റ്റാറ്റസ് മാറ്റി നിർത്തിയിട്ട് അവരെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിങ്ങാണ്ട് അവനുണ്ടാക്കുന്ന അവനാന്റെ അവനവന്റെ ഗ്യാങ്ങിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അണ്ടർവേൾഡില്ലേ, ഒരു ലോകല്ലേ, ഒരു ഇന്റർനെറ്റിന്റെ ഒരു ലോകല്ലേ, ആരും അറിയാതെ കൊണ്ടെടുക്കുന്ന ഒരു ലോകല്ലേ. അതാണെന്ത്? അഖ്വാം ഇദാ ഖലൗ, അവരങ്ങനെ ഒറ്റക്കായി കഴിഞ്ഞാൽ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അള്ളാഹു എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം വലിച്ചു പൊളിച്ചു കളയും അവര്. ആ തഹജ്ജുദ് നിസ്കരിക്കണവനല്ല അവിടെ ഉണ്ടാകുക, ആ പർദ്ദ ധരിക്കുന്നവളല്ല അവിടെ ഉണ്ടാകുക. എന്താ? കല്യാണത്തിനൊരു വേഷം, പള്ളിക്കൊക്കെ വരുന്ന വേറൊരു വേഷം. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ടൂർ പോകുമ്പോ വേറൊരു കോലം അല്ലെ. ചില ആൾക്കാരെ പറ്റി കല്യാണമൊക്കെ അന്വേഷിക്കുമ്പോ നല്ല ആളാന്ന് പറയും, മറ്റേ ആള് പറയും ഓൻ ടൂർ പോകുമ്പോ 4 കാലിലുണ്ടായാല്. എന്താ സംഭവം? അവനാന്റെ ഒരു ലോകത്ത് കണ്ടെത്തിയാൽ ഒരു പ്രശ്നമല്ല, പിന്നെ എന്തു ആകാം. അങ്ങനെ ചെയ്ത ആൾക്കാർ നിസ്കരിച്ച നിസ്കാരവും നോമ്പും സക്കാത്തും കാറ്റടിച്ച് പാറി പറന്നു പോകുന്നത് പോലെ നാളെ ഖിയാമത്ത് നാളിൽ പാറി പറന്നാണ് പോകുന്നു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ദുനിയാവിലും സമുദായം ഇന്ന് ഇതിന്റെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമുദായത്തിന്റെ പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കാത്ത വിധം സമുദായം പ്രതിരോധത്തിലായിട്ടില്ല. എന്താ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളത്? മുസ്ലിങ്ങൾ അവരുടെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ സാധ്യമാകാത്ത വിധം പ്രതിരോധത്തിലായിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങൾക്കൊരു അവധി വേണം പെരുന്നാളിന്, പറയാൻ പറ്റുമോ? അപ്പോഴേക്കെന്തായി? നിങ്ങളെന്താ ചോദിക്കാൻ? ഞങ്ങളിതാ സച്ചാർ കമ്മിറ്റിയുടെ
ഒരുപാട് അവകാശങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നൽകാനുണ്ട്, ആ റിപ്പോർട്ട് പറഞ്ഞ അവകാശമുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് നൽകണം. നിങ്ങൾ എപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാൻ കഴിയണില്ല. മാത്രവുമല്ല, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ശത്രുക്കളുടെ മനസ്സിൽ പോലും ഒരു ഭയവുമില്ലാത്ത അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. എപ്പോഴാ അതൊക്കെ സംഭവിക്കുകയോ? രണ്ട് കാര്യങ്ങൾ സമുദായത്തിൽ ഉണ്ടാവുമ്പോഴാണ്. ഒന്ന്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ജീവിതത്തോട് ഒരു അമിതാവേശം ഉണ്ടാകുക, മരണത്തോട് വെറുപ്പുണ്ടാകുക. ഇങ്ങനത്തെ ഒരു കൗമുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സമുദായം ആവുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞത് അൻ സൗബാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യൂശിക്കൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ ലഖലതു ഇലാ കസ്അതിഹാ. വിശന്നു വലഞ്ഞ മനുഷ്യന്മാർ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ നേരെ നാല് ഭാഗത്തു നിന്നും കൈനീട്ടി വരുന്ന ശത്രുക്കൾ, കൈനീട്ടി വരുന്ന, അവരെ വളയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഫഖാല ഖായിലുൻ, അപ്പോൾ ചോദിക്കുന്നവൻ ചോദിച്ചു, മിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദി, റസൂലേ അന്ന് ഞങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എല്ലാരും കൂടെ ഞങ്ങൾ വളയാൻ ഞങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഖാല, അവിടുന്ന് പറഞ്ഞു, ബല്ലൻതും യൗമൈദിൻ കസീർ, ഒരിക്കലും നിങ്ങൾ കുറച്ചല്ല ഉണ്ടാകുക, നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്താ? വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, വെള്ളത്തിലൊഴുകുന്ന ചപ്പ് ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. ഇസ്ലാമിക ഐഡന്റിറ്റി ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാകില്ല, സംസ്കാരം ഉണ്ടാവില്ല, പേര് മാത്രം ഉണ്ടാകും, സമുദായത്തിന്റെ പേര് മാത്രം ഉണ്ടാകും. മാത്രമല്ല, വലയൻജ അന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, മാത്രമല്ല വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് അവരുടെ ഭയം അള്ളാഹു ഊരിയെടുക്കുകയും ചെയ്യും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയ്ക്ക് വരും. മാത്രമല്ല, മുസ്ലിങ്ങളുടെ മനസ്സിൽ എന്തിട്ട് കൊടുക്കും? വഹനിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ചോദിച്ചു, ഫഖാല ഖായിലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ പറഞ്ഞു, ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അത്യാർത്തി, അതേപോലെ തന്നെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള ഒരു വെറുപ്പ്. ഇത് രണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. അതോടുകൂടി അവര് ചപ്പ് ചവറുകളായി ജീവിക്കും. അപ്പൊ മറ്റു സമുദായങ്ങൾക്കും ആളുകൾക്കും ശത്രുക്കൾക്കും ഒന്നും അവരെ ഒരു വിലയുണ്ടാവില്ല. ഇത് സംഭവിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. തിരിച്ചു പിടിക്കാൻ ഒറ്റ മാർഗ്ഗം, നമ്മൾ ശരിയായ ദീനിലേക്ക് മടങ്ങി. അവരെത്ര കുറച്ചായാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാലഘട്ടം മനസ്സിലാക്കി ശരിയായ ദീനിൽ അടിയുറച്ച് നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബത്തിൽ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു സ്വസ്ഥതയും നമുക്കുണ്ടാവില്ല. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.